ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏർലി മോർണിംഗ് ഒന്നും അല്ല കേട്ടോ, നല്ലോണം നേരം വൈകി. എനിക്ക് ഇന്നലെ രാത്രിയും പെയിനൊക്കെ കൂടി തുടങ്ങി. ഇന്നലെ രാത്രിയിലും പെയിനൊക്കെ ആയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് നല്ലോണം വൈകി. പിന്നെ ഒരു 6 മണിക്ക് കഴിഞ്ഞിട്ട് ഒന്ന് കണ്ണ് ചിങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുഡൊന്നും ഷാജേട്ടന് കൊടുത്തയച്ചിട്ടില്ല, അതിനകത്തോണ്ട് പുറത്തുനിന്ന് കഴിച്ചോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഓടി പുറത്തുനിന്ന് കഴിച്ചോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പം നമുക്ക് ആര് വന്നിട്ടുണ്ടല്ലോ, പുറത്തുനിന്ന് കഴിച്ചോളാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല. എത്രാമത്തെ പ്രാവശ്യം പറയുന്നു. വണ്ടി വന്ന് നിന്നപ്പോഴേ നമ്മളെ വീട്ടിലേക്ക് ആരോന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കട്ടെ. ഒരു കിളിപോയി നിർത്താൻ നിൽക്കണ പെയിൻ എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അത്രയും പെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് ഗുളിക കുടിച്ച് കഴിഞ്ഞിട്ടൊരു ആക്കണ്ടോ നോക്കാം, നമുക്ക് കുറവുണ്ടോ നോക്കാം. കുറവുണ്ടോ നോക്കാമല്ല, കുറവുണ്ടായിട്ടില്ലെങ്കിൽ മാറുമൊന്നുമില്ല. മരുന്നുണ്ട്, അതങ്ങനെ കുടിക്കുമ്പോഴേക്കും അങ്ങോട്ട് മെല്ലെ ശരിയായിക്കോളും, സമയമെടുക്കും. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ദോശ ഉണ്ടാക്കാം, എന്തെങ്കിലുമൊക്കെ അതിലേക്ക് തട്ടിക്കൂട്ടുന്നപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ഇന്നൊരു 8-10 ദിവസമാണ്. ബാ എടുക്കാൻ ദോശമാവ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചോട്ടോ. രാവിലെ തന്നെ ഞാൻ വ്ലോഗ് എടുക്കണില്ല വിചാരിച്ചു, വിചാരിച്ചിട്ട് എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഈ വയ്യായിക അടുത്തൊന്നും മാറില്ല, രക്ഷയൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് വ്ലോഗ് എടുക്കാന്ന് കേട്ടോ. അത് അരിപ്പൊടി ദോശയ്ക്കുള്ളതാണേ, നീർദോശയ്ക്ക് കലക്കി പറഞ്ഞ ദോശയില്ലേ അത്. അപ്പോൾ അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചൂടാം. അപ്പോഴേക്കൊരു ഉള്ളി ചമ്മന്തിയും കൂടെ സെറ്റ് ചെയ്യാം അല്ലേ. ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു ചമ്മന്തി കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇന്നിപ്പോൾ കറിയും ചട്നിയൊന്നും ഉണ്ടാക്കാനുള്ള ഒരു മൂഡും ഇല്ല, വയ്യേരി കേട്ടോ. അപ്പോൾ ഒരു ചമ്മന്തി മതി. എല്ലാവർക്കും ഈ ഒരു ചമ്മന്തി ഇവിടെ ഇഷ്ടമാണ് കേട്ടോ, ദോശയ്ക്ക് കണ്ണൻകുട്ടിക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഇതാ ആ ഒരു ചമ്മന്തി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മളൊരു വലിയ സവാളയും പിന്നെ കുറച്ച് ഉപ്പ്, മുളക് പൊടി മാത്രം മതി, വെള്ളം ഒന്നും ഒഴിക്കാണ്ട് ഒരൊറ്റ അടി അടിക്കുക. അപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി ഇങ്ങോട്ട് സെറ്റ് ആവും കേട്ടോ. ഇതവന് ഉഴുന്ന് ദോശയിലേക്കും ഇഡ്ഡലിയിലേക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ചമ്മന്തിയാണ്. ഇവിടെ ഇത് എന്താ പറയുക, നമ്മുടെ ചട്നി സാമ്പാറൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ചമ്മന്തി അവന് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചമ്മന്തി അങ്ങോട്ട് ആക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് പിന്നെ കറി ഇല്ലാത്തതിൻ്റെ പരാതിയും പരിഭവമൊക്കെ അങ്ങോട്ട് തീർന്നോളൂ. ഇവിടെ പിന്നെ അതിനെ കറി വേണമെന്നൊന്നുമില്ല, ചമ്മന്തി ഉണ്ടെങ്കിലും ഓക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ച് സെറ്റ് ചെയ്ത് വെച്ചു. ദോശയൊക്കെ ഓരോന്ന് ഇങ്ങനെ ചുട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് പൂജയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു ദോശ. അരിപ്പൊടിയുടെ അവൾ പുട്ട് കഴിക്കും, ഓട്ടട കഴിക്കും, പറഞ്ഞ പോലെ എന്താ കഴിക്കുക, നൂലുപുട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവൾ കഴിക്കും. പക്ഷേ ഈ ഒരു ദോശ അവൾക്ക് എന്തോ ഇഷ്ടമല്ല, അവൾ കഴിക്കാറില്ല. കഴിക്കണില്ലെങ്കിൽ പ്രത്യേകിച്ച് വേറൊരു സെപ്പറേറ്റ് ഇവിടെ ഒരു പലഹാരം ആർക്കും ഉണ്ടാക്കാറില്ല കേട്ടോ. അത് നടക്കണ കാര്യമല്ല. കഴിക്കണില്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും അല്ല സ്നാക്സോ അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിച്ച് വിശപ്പ് മാറ്റുമെന്നല്ലാതെ ഒരാളിത് കഴിക്കണില്ല അപ്പോൾ മറ്റാൾക്ക് വേറെ പലഹാരം അതൊന്നും നമ്മൾ ചെയ്യാറുമില്ല, അങ്ങനെ നമ്മൾ ശീലിപ്പിക്കാറുമില്ല കേട്ടോ. ഒരെണ്ണെങ്കിലും അങ്ങോട്ട് കഴിപ്പിക്കും, എത്ര ഇഷ്ടമല്ലെങ്കിലും. അല്ലെങ്കിൽ അവൾ ചോറ് കഴിച്ചോളും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ അവൽ നനച്ചിട്ട് അങ്ങനെ അവൾ തന്നെ കഴിച്ചോളൂ കേട്ടോ. അല്ലാതെ സെപ്പറേറ്റ് ഇവിടെ പലഹാരം കാര്യങ്ങളൊന്നും നമ്മൾ ആർക്കും ഉണ്ടാക്കാറില്ല കേട്ടോ. ഉള്ളത് എന്താണോ ഉണ്ടാക്കണത് അത് കഴിക്കും. അത് ഒട്ടുമിക്കതും എല്ലാവർക്കും ഇഷ്ടമാവും. പൂജയ്ക്ക് മാത്രമാണ് ഈ ഒരു ദോശ ഇഷ്ടമല്ലാത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ എപ്പോഴെങ്കിലുമൊക്കെയാണ് ഈ സംഭവം ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. എപ്പോഴും നമുക്കിവിടെ അപ്പവും അപ്പത്തിൻ്റെ മാവും ഉഴുന്ന് ദോശയുടെ മാവൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോവാറാണ്. പുട്ടൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ഇടയ്ക്ക്. അപ്പോൾ ഇന്നിപ്പോൾ പൂജയുടെ കാര്യം ഹുദയാണ്. ബ്രെഡ് ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബീഫ് ഫ്രൈയുടെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നൈറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അതൊക്കെ നല്ലോണം ഒന്ന് ചൂടാക്കി. അപ്പോൾ അത് കൂട്ടിയിട്ട് ബ്രെഡ് കൂട്ടി അവൾ കഴിക്കാമെന്ന് പറഞ്ഞു. ഞാനും അമ്മയും ദോശ കഴിക്കുക. കണ്ണൻകുട്ടി നീറ്റ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അവൻ്റെ ബ്രഷ് ചെയ്യലൊക്കെ കഴിയുമ്പോഴേക്കും നേരം വൈകും. മോൾ ഇരുന്നോളൂ, കഴിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മയ്ക്കാണ് ദോശ ഇടുന്നത്. അമ്മ 2 മതി എന്ന് പറയാം. ഫുള്ളുടായിപ്പോട്ടെ അമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ആണെങ്കിൽ പേടിച്ചിട്ടൊക്കെ കഴിക്കും, അല്ലെങ്കിൽ കുറച്ചൊക്കെ കൊണ്ട് കളയുകയും ചെയ്യും. അപ്പോൾ അത് കഴിച്ച് കഴിയോളം ഞാൻ കൂടെ ഇരിക്കാറുണ്ട്. രാത്രിയൊക്കെ ആണെങ്കിൽ ഫുള്ള് തിരക്കിടുക, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും എനിക്ക് സങ്കടമാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 2 മതി പറഞ്ഞപ്പോൾ 3 ഇട്ട് കൊടുത്തു. അല്ലെങ്കിലേ അതൊരു കനം കുറഞ്ഞ ദോശ, എന്താ 2 കഴിച്ചാൽ വേണ്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ചായയും നമ്മുടെ ചമ്മന്തിയും ബീഫ് കുറച്ചിരിക്കുന്നുണ്ട്, അതിൻ്റെ മസാലയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ദോശ ഈ ഒരു ബീഫ് ഫ്രൈഡ് സംഭവമല്ലേ ഇത്, ഈ ദോശയ്ക്ക് സൂപ്പറാണ് കേട്ടോ.
എനിക്ക് ഈ ദോശ നല്ലോണം ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ ഈ പൂജുട്ടിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത് മിക്കതും ഉണ്ടാക്കാറില്ല. അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇങ്ങോട്ട് തന്നയക്കാറാണ് പതിവ്. എനിക്ക് വെള്ളദോശ നല്ല ഇഷ്ടമാണ് കേട്ടോ. ചമ്മന്തിയുടെ കൂടെ ആയിക്കോട്ടെ, എന്ത് കറിയുടെ കൂടെ ആണെങ്കിലും എനിക്ക് ഈ സംഭവം ഇഷ്ടമാണ്. ചിക്കൻ്റെ ഒക്കെ കൂടെ ആണെങ്കിൽ പറയേ വേണ്ട. കാര്യമൊക്കെ പറഞ്ഞ് ഞാനും അമ്മയൊക്കെ ഫുഡ് കഴിച്ചിട്ട് നേരെ ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇനി കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നീക്കേണ്ടാവില്ല. ഈ പെയിൻ എന്ന് പറയണത് വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ഈ മൂത്രപ്പഴുപ്പിൻ്റെയും ഈ സ്റ്റോണിൻ്റെ ഒക്കെ നമുക്ക് പുറത്തേക്ക് പറയാൻ പറ്റില്ല, അത്രയും കേടാണ്. ബാക്ക് പെയിൻ ആണോ, വൊമിറ്റ് ചെയ്യാൻ വരുവാണോ, ഛർദ്ദിക്കാൻ വരുവാണോ, തല ചുറ്റുവാണോ ഒന്നും അറിയില്ല. അത്രയും പെയിൻ ആയിരിക്കും. രാത്രിയൊന്നും എനിക്ക് ഉറക്കമില്ല കേട്ടോ. പകലൊക്കെ പിന്നെ ഇങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും. രാത്രിയാകുമ്പോഴാണ് പനി കിടുക്കനെ വിറച്ചിട്ട് പനിയും പെയിനും കൂടെ വരും കേട്ടോ. അങ്ങനെ ഇതാ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ കാര്യത്തിനൊന്നും ഇനിയിപ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ടില്ല. പൂജുട്ടി അലക്കലും കാര്യങ്ങളൊക്കെ അവൾ ചെയ്തിട്ടുണ്ട്. തലേദിവസം അടിച്ചു വാരി തുടക്കിയ കാരണം ആ പണി വേഗം നമ്മൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കടുക് പൊട്ടിക്കുക, 2 പച്ചമുളക് മൂപ്പിച്ചിട്ട് പയറിട്ട് കൊടുക്കുക, വേപ്പിലിട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ടിട്ട് ആ എണ്ണയിൽ തന്നെ കിടന്നിട്ട് അങ്ങോട്ട് വേണം. പുറത്ത് നോക്കുമ്പോൾ ഗംഭീര മഴയാണ് കേട്ടോ. ഇന്ന് മൊത്തം മഴയാണേ. ഒരു തോർച്ചാന്ന് പറഞ്ഞതുണ്ടായിട്ടില്ല. കറണ്ടും ഇല്ല, വെളിച്ചവും ഇല്ല, വെള്ളവും ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് കേട്ടോ. ശരി, മഴയാണ് ഗൈസ്, കറണ്ടില്ല. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കണ്ണൻകുട്ടി ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കണ്ട. അതിൻ്റെ ഒരു കഷ്ണം മാങ്ങ എടുത്തിട്ട് നമ്മുടെ വന്നിരുന്നു. ഹലോ മക്കളെ എന്ന് കണ്ണൻ അവിടെ നിൽക്കണ്ട. ഷർട്ട് ഇട്ടിട്ടില്ല മാക്കാൻ, അത് കാണിക്കാത്തിട്ടോ. എന്ത് മഴയെ നോക്ക്, കണ്ടോ ഉണക്കിയിട്ടതൊക്കെ നല്ലോണം ഉണങ്ങി. ഇതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് സ്ഥലമല്ലേ, അത് അവിടെ തന്നെ കിടക്കട്ടെ. ഇനി കറി വയ്ക്കണമെന്നും കാണിക്കാൻ ഉണ്ടല്ലേ, ഇനി കറി വയ്ക്കണമെന്നൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കറണ്ട് വരികയാണെങ്കിൽ ഞാൻ കാണിക്കാം. ഓക്കെ, നല്ല മഴ മൂടി കുറച്ച് കിടന്നുറങ്ങാൻ തോന്നുന്നു. ഞാൻ വേഗം കറി സെറ്റ് ചെയ്യട്ടെ കേട്ടോ. കണ്ണൻകുട്ടിയുടെ തല മാത്രം കാണുന്നത് എന്താണെന്നറിയോ, ഷർട്ട് ഇട്ടിട്ടില്ല. മഴ മാറണില്ല ഗൈസ്, നമ്മളെങ്ങനെ വീഡിയോ എടുക്കും. ഇവിടെ ആണെങ്കിൽ അടിയാണ്, ഒട്ട അടിയാണ്. ഇതൊന്നും ചെയ്യാൻ തോന്നണില്ല. എനിക്ക് പോയി കിടന്നുറങ്ങാനാണ് തോന്നുന്നത്. അപ്പം നമുക്ക് മാമ്പുള്ളുണ്ട്, അമ്മളുണ്ടാകും. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ തട്ടി കൂട്ടിയിട്ട് നിർത്തിയാണ്. കറണ്ടും പോയി. ഇവിടെ മഴ ചാറുമ്പോഴേക്കും കറണ്ട് പോയി. അങ്ങനത്തെ ഒരു പ്രതിഭാസമുള്ള സ്ഥലമാണ് അവിടെ. ഓക്കെ, വെറുതെ കത്തി അടിച്ചിട്ട് നമ്മൾ നേരം കളയണില്ല. കറണ്ട് വന്നിട്ട് കാണാല്ലേ. കറി ഞാൻ പരിപ്പ് വെച്ചു. പരിപ്പും ചീരയും കൂടെ കറി വെക്കാൻ വിചാരിച്ചു. ഈ കഴിക്കുന്ന കാണിക്കാം, പുറത്ത് പോയിരുന്ന കഴിക്കാമല്ലോ. അങ്ങനെ ഇതായി കണ്ടോ. നമ്മുടെ ചീരക്കുട്ടന്മാർക്കൊക്കെ നല്ലോണം വെള്ളമൊക്കെ കിട്ടും. ഇപ്പോൾ മൊത്തത്തിൽ നനഞ്ഞ് കിടക്കുക. അവിടെയൊക്കെ പൊന്ത പിടിച്ചിട്ട് അതൊക്കെ ഇനി വെട്ടാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു പണിയാണ്, അടുത്ത പണിയാണ്. കുറച്ച് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ മടി കാരണം അങ്ങനെ നീട്ടി കൊണ്ടുപോയി. മടിയല്ല കേട്ടോ, തിരുപ്പം നമുക്ക് ഇവിടെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം ഉണ്ടായിരുന്നല്ലോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. വേണ്ട ചിട്ടാ, കണ്ണൻകുട്ടി ചെയ്തൊക്കെ അല്ല. ഞങ്ങളുടെ വീട്ടിലെ ബംഗാൾ ചേട്ടൻ കണ്ണേട്ടൻ കറണ്ട് വരുന്നവരെ നിങ്ങളോട് കാര്യമൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ വേഗം നമ്മുടെ പരിപ്പും ചീരയും കൂടെ വെന്തപ്പോൾ അതിനകത്തേക്ക് ഉള്ളി മൂപ്പിച്ചിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ പരിപ്പ് കറി വെക്കാൻ താളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയണ കറിയല്ല. പരിപ്പ് കറി അല്ല, പരിപ്പും ചീരയും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് താളിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല. പയറുപ്പേരി ആയി. ഇനി നമ്മുടെ ഒരു മാങ്ങാ ചമ്മന്തി നമ്മുടെ കണ്ണൻകുട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ കൂട്ടിയിട്ടാണ് നമുക്കൊന്ന് ഊണെന്ന്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. അവർ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞു. ഞാൻ അമ്മയുടെ കൂടെ ഇപ്പോൾ ഇരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും കൂടെ ഇരുന്നിട്ടില്ലെങ്കിൽ അമ്മ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നേരം വൈകും. അപ്പോൾ അങ്ങനെ ഇരുന്നു കേട്ടോ. ഞാൻ എടുത്തത് മുഴുവൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് ഈ ഒരു പെയിന് മാറാണ്ട് ഫുഡ് കഴിക്കാനും പറ്റണില്ല, വൊമിറ്റ് ചെയ്യാൻ വരിക, അങ്ങനെയൊക്കെ കൂടെ ഒരു കേടാണേ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചധികം പാത്രങ്ങൾ കഴിച്ചതൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പൂജുട്ടി ഒരുവിധം എല്ലാ കാര്യങ്ങളും പൂജുട്ടി ചെയ്യാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്. ചെയ്യാറുണ്ട് കേട്ടോ, അവൾ ചെയ്ത് തരാറുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണ്ടേ. അവൾക്ക് പറ്റണ പോലെ അടിച്ചു വരി തുടയ്ക്കാറുണ്ട്. എനിക്ക് അലക്കി തിരുമ്പാൻ വേണ്ടിയിട്ട് ചെയ്യാം. പിന്നെ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഫുഡും കൂടെ വെച്ച് തരണമെന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യേണ്ടത് ഞാനും അങ്ങനെ ചെയ്യേണ്ടത്. നമുക്ക് വേറെ ആരും ചെയ്ത് തരാൻ വേണ്ടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എത്ര വേഗമെങ്കിലും എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. കിടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതല്ല, ഞാൻ കിടക്കാറില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചെയ്യും.
എന്നിട്ട് പിന്നെ അങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ കിടക്കുക എന്നല്ലാണ്ട് ഇപ്പം പിന്നെ വീഡിയോയും കൂടെ ഉള്ളതുകൊണ്ട് യൂട്യൂബും കൂടെ ഉള്ളതുകൊണ്ട് ഒട്ടും കിടക്കാൻ വേണ്ടി പറ്റാറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മാമുണലൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ക്ലീനാക്കി കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് പോവും. അത് കിടന്ന് ഉറങ്ങില്ല, പൂജിട്ടി ടപ്പയിൽ തന്നെ കിടന്നുറങ്ങും. ഞാൻ ആ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് വൈകിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യും, ഷോർട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോഴേക്കും അവൾ നീറ്റ് കഴിഞ്ഞാലാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കി വീഡിയോസൊക്കെ എടുക്കുക. കണ്ണനൊക്കെ ഇറങ്ങി പോവുകയാണേ. നങ്ങേലി എൻ്റെ ഉണ്ണിയെ കണ്ടോ ഒരു ഉണ്ണിയെ കണ്ടോ ചോദിച്ചു പോയില്ല, അതുപോലെ തന്നെ എൻ്റെ കണ്ണനെ കണ്ടോ ചോദിച്ചിട്ട് പോകണം. മഴ വരുന്നതിൻ്റെ മുന്നേ ഇവിടെ ഇറങ്ങി പോയതാ. പേരും മഴ പെയ്ത് തോർന്ന് രണ്ടാമത് പേരും പോയി. മോള് ഇറങ്ങിയിട്ട് മോളിന്റെ കണ്ണൊക്കെ ഞാൻ ഇറങ്ങിയിട്ടില്ല, ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നു. എനിക്ക് സങ്കടാവട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാ. ഇനി മഴയും കൂടെ കൊള്ളുമ്പോഴേക്കും ഞാൻ ഉറങ്ങിയില്ല. പോയേക്കാം. നല്ല രസം ഉണ്ടാവും കേട്ടോ ഇപ്പൊ പാടം കാണാനൊക്കെ. കാണാൻ വേണ്ടിയിട്ട് പാടം ഇനി ചോടൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ സീന് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ബ്ലോഗൊക്കെ സൂപ്പറായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇവിടേക്ക് ഇനി തോട്ടുകൂടൊക്കെ വെള്ളം ഒരുപാട് പോകട്ടോ. കുഞ്ഞെ നമുക്ക് ഇങ്ങനെ കൈക്കല്ല തുണിയൊക്കെ അല്ലേ നമ്മുടെ തുടപ്പ് അതൊക്കെ തിരുമ്പാൻ വേണ്ടി വരാൻ വേണ്ടി സുഖം. അതാണ് നമ്മുടെ അവിടെ കാണുന്നതാണ് നമ്മുടെ തോട് പോണത് കേട്ടോ. അതിങ്ങനെ ഇരുന്നാലും മുട്ടും. ഇവിടെ നല്ലോണം വെള്ളം നിറയും അവിടെ. അടിപൊളിയാവട്ടെ അവിടെ പോയിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനും പൂജിട്ടിയൊക്കെ ഈ പിള്ളേർ ചാടുമ്പോൾ പോയിരിക്കാറുണ്ട്. നമ്മൾ തോട്ടിൽ ചാടാൻ പോകാറുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ വർഷക്കാലം ആയാലാണ് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട്. ഇത് സൂപ്പറാവും. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോയിലൊക്കെ കാണിക്കാം കേട്ടോ. ബാക്കി വെള്ളമൊക്കെ നല്ലോണം ആവട്ടെ. അപ്പോൾ അതേപോലെ ഇവിടെ നിറയെ മഞ്ഞ പൂക്കളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂ. ഇനി അവിടെ ഉണ്ട് കണ്ണവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി സമാധാനം നമുക്ക് പോവാം. ഇനി മഴ കൊണ്ടാൽ പനിയുള്ള പോയിട്ടില്ല, പോയത് വരുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ. നല്ലൊരു രസം. എന്താ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴേ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കും. വായോ അല്ലെങ്കിൽ നനഞ്ഞണം. ഗൈസ് ഇനി നമുക്ക് പോയിട്ട് ചായ കുടിക്കാം. നല്ലൊരു കാലാവസ്ഥ കേട്ടോ. മഴ ഉണ്ട്, മഴ തൂളലുണ്ട്. അയ്യവാ പൂജ മുട്ട ഉറക്കായിരുന്നു കേട്ടോ. എന്നിട്ട് പറയാനേ ഞാൻ ഉറങ്ങിയിരുന്നു. എനിക്ക് തലവേദന എടുത്തിട്ടും പെയിനും ഇളകിയിട്ടും കിടക്കായിരുന്നു. അവൾക്കിത് വല്ലതും അറിയണോ? ഇനി നമുക്ക് പോയിട്ട് മേലെ കഴുകി വിളക്ക് വെച്ചിട്ട് ചായം പുകുച്ചാം. അങ്ങനെ നമ്മൾ കുറേ നേരമൊക്കെ താരാപേരെന്നൊക്കെ പുറത്തൊക്കെ ഇറങ്ങി നടന്നു. ഉമ്പറത്ത് നമ്മൾ തുടക്കൽ കഴിഞ്ഞു കേട്ടോ. മുറ്റം അടിച്ച് വാരിയിട്ടില്ല, മഴ കാരണം അടിച്ച് വാരാനേ പറ്റിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കൂട്ടിയിട്ട് നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചൂടടയും കട്ടൻ ചായയും കൂടെയാണ് നമ്മളിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കിയിട്ട് ചൂടൊന്ന് ആറുന്ന സമയം കൊണ്ട് നമുക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. പൂജിട്ടി എപ്പോഴും പറയും കേട്ടോ, അമ്മ ഇങ്ങനെ കൂടെ ഇങ്ങനെ കുട്ടികളുടെ പോലെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് അവൾക്ക് വലിയ എന്താ പറയുക എന്തും പറയാൻ വേണ്ടിയിട്ടൊക്കെ ഓക്കെയാണ്. കിളി പോയ അമ്മയാണെന്ന് പറയും കേട്ടോ. ഞാൻ ചില സമയത്ത് ഒരു സൈക്കോണെന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറയണം കേട്ടോ, എനിക്ക് ആ ഒരു കിളി പോയ അമ്മയാണോ എന്ന്. എനിക്കിങ്ങനെ സ്ട്രോങ് ഇങ്ങനെ അവരോട് എപ്പോഴും ഇങ്ങനെ കെറിവിച്ച് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ല. ഞാനൊരു 5 മിനിറ്റൊക്കെ നിന്ന് നോക്കും. എനിക്ക് പക്വത ഇല്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ പൊട്ടത്തരം കളിച്ച് കുട്ടികളെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികളും കേടുവരും ആ ഷാവ് എന്നൊക്കെ പറയും കേട്ടോ. അത് എൻ്റെ കുടുംബത്തിലാരും പറയാറില്ല, ഷാജൻ്റെ റിലേഷനിലൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവരുടെ കൂടെ നിൽക്കുമ്പോൾ മറ്റുള്ളവരെക്കാട്ടിലൊക്കെ അവരുടെയൊക്കെ ഫ്രണ്ട്സ് പറയാറുണ്ട് അവരുടെ അമ്മമാരൊക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് വലിയ സന്തോഷം കേട്ടോ. പറയണ കുറച്ച് പേരൊക്കെ ഇങ്ങനെ നെഗറ്റീവ് പറയാറുള്ളൂ. നമ്മൾ അവരുടെ കൂടെ അവരായിട്ട് അവരുടെ ഒരു ഫ്രണ്ട്സ് പോലെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയാണ്. നിങ്ങളങ്ങനെ നിൽക്കാത്തവരുണ്ടെങ്കിൽ നിന്നോക്കൊണ്ട്. അപ്പോൾ അതിൻ്റെ വൈബ് അറിയുള്ളൂ. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാം, അവർക്ക് നമ്മളോട് സംസാരിക്കാം എന്നുള്ളൊരു ഒരു ഇത് വന്നാൽ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അവിടെ മക്കളെന്നോ അമ്മയാന്നോ അച്ഛനോ എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.